നമ്മളോട് ഈ കഥ പറയുന്നത് ഈ മാന്തളൂർ മത്തായിയുടെ രണ്ടാമത്തെ മകനായ ദാനിയുടെ മകനാണ്. ക്രിസ്തുമതത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു മകൻ കമ്മ്യൂണിസ്റ്റുകാരനായി മാറുന്നതും അതിനെ തുടർന്ന് പാർട്ടിയും സഭയും തമ്മിലുള്ള തർക്കങ്ങളും തുടർന്നുള്ള ജീവിതങ്ങളും വളരെ വിശദമായി ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ടി.വി. തോമസും എം.എൻ. ഗോവിന്ദൻ നായരും മരണപ്പെടുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. പാർട്ടി ആണ് ഇദ്ദേഹത്തിൻ്റെ ജീവശ്വാസം എന്നുള്ള നിലയ്ക്ക് വളർന്നു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സംഘർഷങ്ങൾ ആ വീട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ശരിക്കും ആ നോവലിൽ വളരെ ഒരു ട്വിസ്റ്റായിട്ടുള്ളൊരു വാചകമായിരുന്നു അത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ബെന്നി ഡാനിയൽ എന്ന ബെന്യാമിൻ എഴുതിയ മാന്തളൂരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം ജീവിതത്തിൻ്റെ ദൈർഘ്യത്തെ 20ൻ്റെ ഘട്ടങ്ങളായി വേർതിരിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ എന്ന നോവൽ അദ്ദേഹം 2005 രചിക്കുകയുണ്ടായി. അതിനുശേഷം 2017 1970 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തെ പ്രദാനം ചെയ്തുകൊണ്ട് മാന്തളൂരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന പുസ്തകം അദ്ദേഹം രചിക്കുന്നത്. ഈ പുസ്തകത്തിന് 2021 വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് നിരവധിയായ പുസ്തകങ്ങൾ നമുക്കറിയാം. ആടുജീവിതം, മഞ്ഞുവെയിൽ മരണങ്ങൾ തുടങ്ങി നിശബ്ദ സഞ്ചാരം ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാംശം ഏറെ അടങ്ങിയിട്ടുള്ള ഒരു രചനയാണ് മാന്തളൂരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളെന്ന് അദ്ദേഹം തന്നെ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സഭയും രാഷ്ട്രീയവും തമ്മിലുള്ള മത്സരങ്ങളും ഇവർ തമ്മിൽ പോരടിക്കുന്നതും കുടുംബത്തിലേക്ക് രാഷ്ട്രീയവും മതവും കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങളും വഴക്കുകളും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളാണ് മാന്തളൂർ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിൽ അദ്ദേഹം തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. മാന്തളൂർ കുടുംബം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ കുടുംബത്തിനെക്കുറിച്ച് അതിൻ്റെ അവസാനം വായനക്കാരന് കൺഫ്യൂഷൻ ഉണ്ടാവാത്ത തരത്തിൽ ഒരു ഗ്രാഫായിട്ട് തന്നെ അദ്ദേഹം ആ നോവലിൽ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണവനായ മാന്തളൂർ മത്തായി, അദ്ദേഹത്തിൻ്റെ 4 മക്കളും, ഏറ്റവും മൂത്ത മകനായ കുഞ്ഞുഞ്ഞു ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ദാകിനി, രണ്ടാമത്തെ മകനായ ദാനി, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മിണി. നമ്മളോട് ഈ കഥ പറയുന്നത് ഈ മാന്തളൂർ മത്തായിയുടെ രണ്ടാമത്തെ മകനായ ദാനിയുടെ മകനാണ്. അപ്പോൾ ഈ കഥ ശരിക്കും ബെന്യാമിൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞങ്ങളും അടങ്ങുന്ന തൃത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ശരിക്കും നമുക്ക് ആദ്യമൊക്കെ ഈ തൃത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും എന്നാൽ കഥ വായിച്ച് പോകെ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ഈ കഥ പറയുന്ന ബാലൻ്റെ മൂത്ത ചേട്ടൻ മോഹനനും അദ്ദേഹത്തിൻ്റെ അമ്മയുമായി പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം അമ്മ മരണപ്പെട്ട് പോകുമ്പം തന്നെ അമ്മ 2 മാസം ഗർഭിണിയായിരുന്നെന്നും അങ്ങനെ ഒരു മകനും കൂടി ഉണ്ടായിരുന്നെന്നും അതാണ് ഈ റൂഹ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആണ് ഈ കഥ പറയുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു മകൻ കമ്മ്യൂണിസ്റ്റുകാരനായി മാറുന്നതും ആ കമ്മ്യൂണിസ്റ്റുകാരൻ ആ കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ ആ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങളും അതിനെ തുടർന്ന് പാർട്ടിയും സഭയും തമ്മിലുള്ള തർക്കങ്ങളും തുടർന്നുള്ള ജീവിതങ്ങളും വളരെ വിശദമായി ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്തുമത വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന മാന്തളൂർ കുടുംബം, ആ കുടുംബത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായി ഒരു മകൻ വളർന്നു വരുന്നു. ആ വളർന്നു വരുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന അനൈക്യങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പല സ്ഥലത്തും അത് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം 20 വർഷങ്ങൾ കഴിഞ്ഞ് പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മന്ദാകിനി എന്ന ഭാര്യയോടൊപ്പം വരികയും ഒരു നവോത്ഥാനം മാന്തളൂർ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതായി അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഉമ്മിക്കരി കൊണ്ട് തേച്ചുകൊണ്ടിരുന്ന കുടുംബത്തിലേക്ക് വെളുത്ത ടൂത്ത് പേസ്റ്റ് കൊണ്ടുവരുന്നു. മുലക്കച്ച മാത്രം കെട്ടിയിരുന്ന സ്ത്രീകൾക്കിടയിലേക്ക് ചുരിദാറിനെയും പിന്നെ നൈറ്റിയും പരിചയപ്പെടുത്തുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കളെ പരിചയപ്പെടുത്തുന്നു. ആഹാര രീതിയിൽ തന്നെ ചപ്പാത്തിയും പുലാവും പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഷേക്ക് ഹാൻഡ് കൊണ്ടുവരുന്നു. ഒരുപാട് മാറ്റങ്ങൾ അന്ന് ആ പഞ്ചാബിൽ നിന്നും വരുന്ന സ്ത്രീ കൊണ്ടുവരുന്നതായി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സഭയും രാഷ്ട്രീയവുമായിട്ടുള്ള തർക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ
ഈ സഭയോട് ഏറ്റവും ചേർന്ന് നിന്ന മത്തായിയുടെ കുടുംബം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ വളർന്നു വരുന്നതിലൂടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിതിനകത്തൂടെ വരച്ചു കാണാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുഞ്ഞ് രണ്ടാമനെന്ന് പറയുന്ന ഈ വല്യച്ഛനെന്ന് നമ്മളോട് പറയുന്ന കുട്ടി വിളിക്കുന്ന ഇദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിയുമായി വളരെ ആത്മാർത്ഥമായി ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് ഒരു സമയത്ത് ഇദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തർക്കങ്ങളും വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് ചെറുതായിട്ട് അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ടി.വി. തോമസും എം.എൻ. ഗോവിന്ദൻ നായരും മരണപ്പെടുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം തർക്കിക്കുമ്പോഴും പാർട്ടി പറയുന്നത് വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല, പാർട്ടി തീരുമാനങ്ങൾക്കാണ് പ്രാധാന്യം, അത് അനുസരിക്കണമെന്നുള്ളതാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് അലട്ടുന്നുണ്ട്. ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയുന്നുണ്ട്, വ്യക്തിബന്ധങ്ങൾക്കാണോ പ്രാധാന്യം അതോ പാർട്ടി തീരുമാനങ്ങൾക്കാണോ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ മന്ദാകിനി തന്നെ പറയുന്നുണ്ട്, പാർട്ടി തീരുമാനങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം ഇദ്ദേഹം തിരിച്ചു ചോദിക്കും, നാളൊരു സമയം പാർട്ടി രണ്ടായി പിളർന്ന് ഞാനും നീയും രണ്ട് ഭാഗത്തായി കഴിഞ്ഞാൽ പാർട്ടി നിന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ മന്ദാകിനി മറുപടി പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ വായനക്കാരൻ്റെ മുൻപിലേക്ക് ബെന്യാമിൻ ചില ചോദ്യങ്ങൾ നമുക്ക് തന്നെ ചിന്തിക്കാനായിട്ട് ഇട്ടുതരുന്ന ഒരു കാഴ്ച ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് പാർട്ടി ഒരുപാട് യുക്തിചിന്തകൾ യുവതലമുറയുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഒരുപാട് ഈ മതവിശ്വാസികളായിരുന്നവർ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അങ്ങനെ ഈ പാർട്ടിയിൽ ഭക്തർ ഒരുപാട് വഴിമാറിപ്പോകുന്ന കാഴ്ചയിലൂടെ സഭ തന്നെ ഒരു തിരുത്തൽ നടത്താൻ പ്രേരിതമാകുന്ന ഒരു കാഴ്ച ഇതിനകത്തുണ്ട്. അങ്ങനെ വിമോചന ദൈവശാസ്ത്രം എന്നൊരു പുതിയ പരിപാടി സഭ കൊണ്ടുവരികയാണ്. ഈ വിമോചന ദൈവശാസ്ത്രം കൊണ്ടുവരുമ്പോഴേക്കും അതിനകത്തേക്ക് ഈ പാർട്ടിയിലേക്ക് മാറിപ്പോയ യുവജനങ്ങളെ ആകർഷിക്കാൻ കൊണ്ടുവരുന്ന നടപടിയാണെങ്കിലും അത് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അതും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പാർട്ടി പല ഘട്ടങ്ങളിലെടുക്കുന്ന തീരുമാനങ്ങളും അതിൻ്റെ പാളിച്ചകളും അതുപോലെ തന്നെ മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സഭ എടുക്കുന്ന തീരുമാനങ്ങളും അതിൻ്റെ പാളിച്ചകളും നമുക്കിതിനകത്തൂടെ വേർതിരിച്ച് കാണാൻ കഴിയും. ഇതിനകത്ത് ഒരു ചാപ്റ്ററിലോട്ട് നമ്മൾ എത്തുമ്പോഴേക്കും ഈ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പട്ടാളക്കാരൻ ഒരിക്കൽ കോങ്കോ എന്ന രാജ്യത്ത് പോവുകയും അവിടെ വച്ച് ചെഗുവേരയെ നേരിട്ട് കാണുന്ന ഒരു കാഴ്ച വിവരിക്കുന്നുണ്ട്. അപ്പോൾ ചെഗുവേരയെ കാണുമ്പോൾ തന്നെ ഇദ്ദേഹം പെട്ടെന്ന് വെടിവെക്കാൻ തോക്കുമായി നിൽക്കുന്ന കുഞ്ഞുഞ്ഞ് രണ്ടാമൻ വെടിവെക്കാതെ പുറകിൽ നിൽക്കുന്ന പട്ടാള ഓഫീസറെ വെടിവെക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലാൻ കഴിയില്ലെന്നാണ്. അത്രമേൽ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞുഞ്ഞിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് വരുന്നതും വീണ്ടും നാട്ടിൽ വന്നിട്ട് പല സമരങ്ങളിലും പങ്കെടുക്കുന്നതും കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം കുടുംബത്തിൽ തന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല, പിന്നെ പള്ളിയിൽ പോകുന്നില്ല, കുർബാന കൂടുന്നില്ല, പിന്നെ പള്ളിയുമായുള്ള ഒരു സഹകരണത്തിന് ഇദ്ദേഹത്തിന് താല്പര്യമില്ലാതെ നിൽക്കുകയും പാർട്ടി ആണ് ഇദ്ദേഹത്തിൻ്റെ ജീവശ്വാസം എന്നുള്ള നിലയ്ക്ക് വളർന്നു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സംഘർഷങ്ങൾ ആ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പം ദേശാഭിമാനി പത്രം കുടുംബത്തിൽ വരുത്തിയതിൻ്റെ പേരിൽ മത്തായിയുമായി കലഹിച്ചിട്ട് ഒടുവിൽ ആ വീട് വിട്ട് വേറൊരു ചായ്പിലേക്ക് ഇദ്ദേഹത്തിന് താമസം മാറിപ്പോകുന്ന കാഴ്ചയുണ്ട്. അതിന് പോലും അദ്ദേഹം തയ്യാറാവുകയാണ്. എന്നിട്ട് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എൻ്റെ ഷെയർ തന്നേക്ക്, ഞാൻ മാറിപ്പൊയ്ക്കോളാം എന്ന് പറയുന്നു. അവിടെയും അപ്പം അന്നമച്ചി കരഞ്ഞുകൊണ്ട് പറയും, ഇന്നേ വരെ ആരും ഇവിടെ ഷെയർ ചോദിച്ചിട്ടില്ല, കാലങ്ങളായി കൈമാറി വരികയാണ് ചെയ്യുന്ന, കാരണവർ മരണപ്പെടുമ്പോഴാണ് അതിൻ്റെ അവകാശം കൈമാറി വരുന്നത്, നീയാണ് ആദ്യമായിട്ട് ഇവിടെ അവകാശം ചോദിക്കുന്നതെന്നാണ്. അപ്പം പാർട്ടി ബോധത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു വ്യക്തി അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് ഒരു കാഴ്ച നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. മത്തായിയുടെ മരണശേഷം പിന്നെ ഇത്രയും അടിയുറച്ചു നിന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന കുഞ്ഞുഞ്ഞ് രണ്ടാമൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നും പിന്നെ മാറി ചിന്തിക്കുന്ന ഒരു ഭാഗത്തുള്ളിലോട്ടാണ് ഇതിൻ്റെ അവസാനങ്ങൾ ചെന്നെത്തുന്നത്. മത്തായിയുടെ ആഗ്രഹപ്രകാരം ഇദ്ദേഹത്തിൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന പെട്ടി ചടങ്ങുകൾക്ക് ശേഷം പള്ളിയുടെ മുറിയിൽ കൊണ്ട് വയ്ക്കുമ്പോഴാണ് കുഞ്ഞുഞ്ഞ് രണ്ടാമൻ, അതായത് ഈ മൂത്ത മകൻ, ആ ശവമഞ്ചത്തിൽ എഴുതിയിരുന്ന കറുത്ത അക്ഷരത്തിൽ എഴുതിയിരുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നത്, ഒരു ദിവസം ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. പക്ഷേ ശരിക്കും ആ നോവലിൽ വളരെ ഒരു ട്വിസ്റ്റായിട്ടുള്ളൊരു വാചകമായിരുന്നു അത്.
ആ വാചകം ശ്രദ്ധിക്കുന്നതിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് പരിണാമങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നത്. ഈ ഉറച്ചു നിന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ യഥാർത്ഥത്തിൽ പിന്നീട് ഒരു മതവിശ്വാസിയായി ക്രമേണ മാറിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുഞ്ഞിൻ്റെ മകൻ, ഏറ്റവും ഇളയ മകനായ ജിജനെ പോലും കോമ്രേഡ് ജിജൻ എന്നാണ് ഈ നോവലിൽ വിവരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനാക്കി വളർത്തണമെന്നാണ് ഈ കുഞ്ഞുഞ്ഞ് രണ്ടാമൻ ആഗ്രഹിക്കുന്നത്. അപ്പം കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ഈ കോമ്രേഡ് ജിജനെ വിളിക്കുന്ന സമയത്ത് അമ്മ പറയും, നീ പോയിരുന്ന് 2 പേജ് ദാസ് ക്യാപിറ്റൽ വായിക്ക് എന്ന് പറഞ്ഞ് ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന മകനാണ്. ആ മകൻ അവസാനം ഭാഗത്ത് നമ്മൾ കാണുന്നത് ആഹാരം കൊടുക്കാതെ, നീ അധ്വാനിച്ച് വന്നാലേ നിനക്ക് ആഹാരം തരുള്ളൂ, അല്ലാതെ നിനക്കിവിടെ ഈ വീട്ടിൽ നിന്ന് ആഹാരം ഇല്ല എന്ന് പറയുന്ന കുഞ്ഞുഞ്ഞ് രണ്ടാമനെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് അവിടെയൊക്കെ നമ്മുടെ വായനക്കാരൻ്റെ മുൻപിലേക്ക് ഇത്രയും സ്നേഹിച്ച് വളർത്തിയിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന രാഷ്ട്രീയ സോഷ്യലിസത്തിൽ എല്ലാവർക്കും തുല്യരാണ്, സമന്മാരാണ് എന്ന് പറയുകയും എന്ന മകന് ആ വീട്ടിലുള്ള ഒരു ആഹാരം കൊടുക്കാൻ തയ്യാറാവാതെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണർത്തുന്നുണ്ട്. ഇദ്ദേഹത്തും ഒടുവിൽ പിന്നെ ഈ കോമ്രേഡ് ജിജൻ അച്ഛനുമായി പിണങ്ങി നാടുവിട്ട് പോവുകയും പിന്നെ തിരിച്ച് 3-4 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം ഈ കുഞ്ഞുഞ്ഞ് രണ്ടാമനൊരു വീട് വയ്ക്കാനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കെട്ട് 1000 നോട്ടുകൾ കൊണ്ട് കൊടുക്കുകയാണ്. ഈ കൊണ്ടു കൊടുക്കുമ്പം കോമ്രേഡ് ജിജൻ്റെ മനസ്സിനകത്ത് അച്ഛൻ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് ഈ കാശ് കൊണ്ട് കൊടുക്കുന്നത്. അതായത്, നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണോ, അത് ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കിയ കാശാണോ, ഇത് ഏതെങ്കിലും ബൂർഷ്വാ രാജ്യത്ത് ജോലി ചെയ്ത് നേടിയ കാശാണോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്ന മകന് ഒരു ചോദ്യമില്ലാതെ അച്ഛൻ ഈ പൈസ വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെയെല്ലാം അവസാനം ഈ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറുന്നുണ്ട്. അച്ഛൻ്റെ മരണശേഷം, മത്തായിയുടെ മരണശേഷം ഇദ്ദേഹത്തിന് ഈ വാതിൽ ഒരു ദിവസം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാചകം അദ്ദേഹത്തിൽ ഒരുപാട് ട്വിസ്റ്റുകൾ വരുത്തുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം ഒരു ഭക്തനായി തീരുകയും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ബൈബിൾ വായിക്കുന്നതും അച്ഛനെപ്പോലെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നടക്കുന്നതും അങ്ങനെയുള്ള ഒരു വലിയൊരു മാറ്റം ഈ നോവലിൻ്റെ അവസാനത്തിലോട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും അന്ന് തുടങ്ങിയ ആ സഭാതർക്കങ്ങളും പിന്നീട് രാഷ്ട്രീയ തർക്കങ്ങളും എല്ലാം തുടർന്ന് ഇന്നിങ്ങോട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും അതിനൊന്നും മാറ്റമില്ലാതെ തുടർന്ന് പോരുന്നു എന്നുള്ള ഒരു സത്യവും ഈ നോവലിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വായനക്കാരൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തിക്കൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും വായനക്കാരൻ ആർജിക്കുന്ന അറിവുകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നോവലിന് ശേഷം ഇനി പ്രവാസലോകം എന്നൊരു നോവൽ കൂടി അദ്ദേഹം എഴുതുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബെന്യാമിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് ഓർത്തെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഒടുവിൽ ആ ഓർമ്മകൾ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം വരെ ചെന്നെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ ബാല്യകാലത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരുപാട് ചിന്തകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് ഈ മാന്തളിർ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഒന്ന് സമാധാനമായി വായിച്ച വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉളവാക്കുന്ന തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.